സഞ്ജു സാംസൺ ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയ എന്നാൽ കൺസിസ്റ്റന്റ് അല്ലാത്ത ബാറ്റർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദ മോസ്റ്റ് ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ബാറ്റർ. കൺസിസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, 5 കളികളിൽ ഒരു 2 സെഞ്ചുറിയൊക്കെ അടിക്കുന്നുണ്ട്. കൺസിസ്റ്റന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ സെഞ്ചുറി അടിച്ചില്ല എങ്കിൽ 10 റൺസിൽ താഴെ ഔട്ടാവുന്നുമുണ്ട്. സഞ്ജു സെഞ്ചുറി അടിക്കുമോ അതോ 10 റൺസിന് താഴെ ഔട്ടാവുമോ എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 4-5 കളിയൊക്കെ ഒരു 2 അക്കം കാണാതെ പുറത്താകുന്ന സഞ്ജു 6ാമത്തെ കളി ചിലപ്പോൾ ഒരു വലിയ സെഞ്ചുറി അടിച്ചുകൊണ്ട് തിരിച്ചു വരും. ഇത് കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട്. ആകെ T20 വേൾഡ് കപ്പിൽ മാത്രമാണ് സഞ്ജു തുടരെ 3 കളികളിൽ 50-ന് മേലെ സെഞ്ചുറിക്കരികെയുള്ള റൺസ് അടിച്ചത്. പക്ഷെ അതിനുശേഷം 2 അക്കം കാണാതെ ഒരു 2-3 കളികളിൽ പുറത്താകുന്ന സഞ്ജുവിനെയാണ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് വിമർശകരെ വായടപ്പിച്ചു. പിന്നീട് ഒരു 48 റൺസ് അടിച്ചു. പിന്നീടും സഞ്ജു 2 അക്കം കാണാതെ പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും സെഞ്ചുറി അടിച്ചു. ഇതാ വീണ്ടും 2 അക്കം കാണാതെ എന്ന് പറയാൻ പറ്റില്ല, 11 റൺസിന് പുറത്തായി. ഇങ്ങനെ വിമർശകർ വാ തുറക്കുന്നു, സഞ്ജു വീണ്ടും വായടപ്പിക്കുന്നു, വീണ്ടും തുറക്കുന്നു, വീണ്ടും അടപ്പിക്കുന്നു. അത്തരത്തിലൊരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ രസകരമാണ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. ഫോം ഔട്ട് ആയി എന്ന് വിചാരിക്കുന്നിടത്ത് സഞ്ജു വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരും. ഇതിൻ്റെ ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് സഞ്ജു കാഴ്ചവെക്കും. പ്രത്യേകിച്ച് ക്ലച്ച് മാച്ചസുകളിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസുകളിൽ സഞ്ജു ഒരു അനിഷേധ്യനായ ഒരു ബാറ്ററായിട്ട് തുടരുകയാണ്. വേറെ ഏത് കളിയിലും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കളികളിൽ സഞ്ജു ഫോം ആകും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയപ്പോൾ സഞ്ജു ഒന്ന് പതറിയെങ്കിലും പിന്നീട് 2 സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇപ്പോൾ 8 ഇന്നിങ്സുകളിലായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ചെന്നൈ ബാറ്റർ എന്ന ഒരു പ്രശസ്തിയിലേക്ക് സഞ്ജു എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ആ 2 സെഞ്ചുറിയും ഒരു 48 റൺസ് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ മോശം സ്കോറുകളാണ്. 5 കളികളിലും സഞ്ജു ഫോം ഔട്ടാണ്. പക്ഷെ ആ 2 സെഞ്ചുറിയാണ് സഞ്ജുവിനെ വ്യത്യസ്തനാക്കുന്നത്. ചെന്നൈയുടെ ഏറ്റവും വലിയ റൺസ്, ഇൻഡിവിജ്വൽ സ്കോർ, ഏറ്റവും കൂടുതൽ 4, 6, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടോട്ടൽ സ്കോർ എല്ലാം സഞ്ജുവിൻ്റെ പേരിലാണ്. എന്നിരുന്നാൽ കൂടിയും ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ സഞ്ജു ഫോമിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ചെന്നൈക്ക് ഒരു സെമി കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇനിയുള്ള ഒരു 6 കളികളിൽ 5 കളികളും ചെന്നൈ ജയിച്ചിരിക്കണം എങ്കിൽ മാത്രമേ സെമി ഫൈനൽ സാധ്യതയുള്ളൂ. അതുകൊണ്ട് സഞ്ജു കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഉറപ്പായും ചെന്നൈ സൂപ്പർ കിങ്സിന് അതൊരു തിരിച്ചടിയാകും. സഞ്ജു കളിച്ച കളികളിലെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിരുന്നു. സഞ്ജു കളിച്ച കളികളിൽ മാത്രമേ, നന്നായി ബാറ്റ് ചെയ്ത കളികളിൽ മാത്രമേ ചെന്നൈ ജയിച്ചിട്ടുള്ളൂ എന്നും പറയാം. 3-3 വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്. ഈ 3 വിജയവും സഞ്ജു സാംസൺ 2 സെഞ്ചുറി അടിച്ച, ഒരു 48 റൺസ് അടിച്ച ആ ടീമിലെ ഹയസ്റ്റ് സ്കോർ സഞ്ജു അടിച്ച കളികളായിരുന്നു. പിന്നീട് 5 തോൽവികളാണ് ചെന്നൈക്ക് സംഭവിച്ചത്. ചെന്നൈ ഇനി സെമി ഫൈനൽ കാണുമോ എന്ന് പോലും ഫാൻസിന് പ്രതീക്ഷയില്ല. പക്ഷേ സഞ്ജുവിന്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സെലക്ടർമാർ സഞ്ജുവിനെ പുറത്താക്കണോ അകത്താക്കണോ എന്ന് ചിന്തിക്കുന്നിടത്ത് ആകെ കൺഫ്യൂഷനിലാണ്. കാരണം പുറത്താക്കണം എന്ന് വിചാരിക്കുന്ന ഒരു നിലയിൽ നിൽക്കുമ്പോൾ സഞ്ജു ഉടനെ ഒരു സെഞ്ചുറി അടിക്കും, ടീമിനെ വിജയിപ്പിക്കും. അപ്പൊ ആകെ കൺഫ്യൂഷനായി. അകത്താക്കണോ എന്ന് വിചാരിക്കുമ്പോൾ സഞ്ജു കൺസിസ്റ്റൻസി ഇല്ലായ്മ കാണിക്കും. അങ്ങനെ സെലക്ടർമാർക്കും ആകെ വട്ടുപിടിച്ചൊരവസ്ഥയിലാണ്. ദയവായി സഞ്ജുവിന് എല്ലാ കളികളിലും മിനിമം ഒരു 50 റൺസിന് മുകളിലെങ്കിലും അടിക്കാൻ സാധിക്കട്ടെ. പല കളികളിലും സഞ്ജു ഉഴപ്പിക്കളിക്കുന്നത് പോലെയും പലരും വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ കീപ്പിങ്ങിലായാലും ഉഴപ്പ് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ചിലര്. അപ്പൊ അതൊക്കെ പരിഹരിച്ച് സഞ്ജു സാംസൺ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു IPL സീസൺ പൂർത്തിയാക്കട്ടെ, CSK കപ്പടിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരു ക്യാപ്റ്റൻ ആവാൻ വരെ സാധ്യതയുണ്ട് സഞ്ജു. ഗെയ്ക്വാഡ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കുറച്ച് റൺസ് അടിച്ച് തിരിച്ചു വന്നിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഓപ്പണിങ് സഞ്ജുവിന്റെ ഒരു ആക്സിലറേഷനിലാണ് നിൽക്കുന്നത്. കാരണം സഞ്ജു നല്ല രീതിയിൽ ഒരു ഓപ്പൺ കൊടുത്താൽ മാത്രമേ ചെന്നൈക്ക് ഒരു വിജയ സാധ്യതയുള്ളൂ. ആയുഷ് മാത്രെ പോലുള്ള കളിക്കാരുടെയൊക്കെ അഭാവം ചെന്നൈനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഉർവീസ് പട്ടേലൊക്കെ ഫോമിലേക്ക് തിരിച്ചു വരണം. അതുപോലെ തന്നെ
ഒരുപാട് നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. ശിവൻ ദുബെ ഇപ്പോൾ ഫോമിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്താണ് സംഭവിക്കുക എന്നത് ഈ ഒരു IPL സീസണിൽ സഞ്ജുവിന്റെ കൺസിസ്റ്റന്റ് പ്രകടനം അനുസരിച്ചിരിക്കും ഇനി ഉള്ള ഏകദിന വേൾഡ് കപ്പിലും അടുത്ത T20 വേൾഡ് കപ്പിലൊക്കെ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ സഞ്ജുവിന് കളിക്കാൻ സാധിക്കട്ടെ. സഞ്ജുവിന്റെ സമീപകാല പെർഫോമൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് പറയാം. ചിലർ പറയുന്ന വിമർശനം, നല്ല ടീമുകളുടെ ഒപ്പം കളിക്കുമ്പോൾ സഞ്ജു ഒട്ടും തന്നെ ഫോമല്ല, പെട്ടെന്ന് തന്നെ ഔട്ടാവും. മോശം ടീമുകൾക്കൊപ്പം കളിക്കുമ്പോൾ സഞ്ജു ഭയങ്കര ഫോമിലാണ്, സെഞ്ചുറി അടിക്കും. അപ്പൊ നല്ല ടീമുകൾക്കെതിരെ മോശം ഫോമും മോശം ടീമുകൾക്കെതിരെ നല്ല ഫോമും കാഴ്ചവെക്കുന്ന കളിക്കാരനാണ് സഞ്ജു എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.